പ്രിയപ്പെട്ട ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം നേടിയെടുക്കലാണ്. അതില്ലെങ്കിൽ എത്ര ഉമ്മ ചെയ്തിട്ടും കാര്യമില്ല, എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. 1000 ഹജ്ജുകൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തത് പൊരുത്തം ചോദിക്കലാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ഉംറയ്ക്ക് വേണ്ടി പോകുന്നു എന്നുള്ള സന്തോഷം നിങ്ങൾ ഭർത്താവുള്ളവരാണെങ്കിൽ ആ ഭർത്താവിനോട് പറയണം, ഭാര്യയാണെങ്കിൽ ഭാര്യയോട് പറയണം, അയൽവാസികളോടൊന്ന് പറയണം, അവരോടൊക്കെ ഒന്ന് പൊരുത്തപ്പെടുവിപ്പിക്കണം. അത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത് അവിടെ നിന്ന് പറഞ്ഞു, ഉംറയ്ക്ക് വേണ്ടി പോകാനൊരുങ്ങുന്നവർ 4 സൂറത്ത് പതിവാക്കിക്കൊണ്ടിരിക്കണം. ഉംറയ്ക്ക് വേണ്ടി പോകാൻ ഒരുങ്ങുന്നവര് 4 സൂറത്ത് പതിവാക്കണം. 1 സൂറത്തുൽ ദുഹായാണ്, വേണമെങ്കിൽ ഇതൊക്കെ 1 സൂറത്തുൽ ദുഹായാണ്. അത് എല്ലാ ദിവസവും ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങി എല്ലാ ദിവസവും ചെല്ലേക്കണം. ഇനി ചൊല്ലിയില്ലെന്ന് പറഞ്ഞിട്ട് ഉംറ ബാത്തിലാകുന്നില്ല കേട്ടോ. ഞാൻ ഓർമ്മപ്പെടുത്താൻ, എന്തിനാണ് ഈ 4 സൂറത്ത് ഓതുന്നത്? ഈ 4 സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വരുന്നത് വരെയും അള്ളാഹു നമുക്കൊരു രോഗങ്ങൾ തന്നിട്ട് പരീക്ഷിക്കൂല. അതുകൊണ്ട് ഈമാനോടുകൂടി നമ്മൾ ഓതണം. 1 സൂറത്തുൽ ദുഹായാണ്. രണ്ടാമത്തത് സൂറത്തുൽ കൗസറാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ, രണ്ടാമത്തെ സൂറത്തുൽ കൗസർ. മൂന്നാമത്തത് സൂറത്തുൽ കാഫിറൂനയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. നാലാമത്തത് സൂറത്തുൻ നസ്റാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. എന്തിനാ സൂറത്തുൽ നസ്ർ? അള്ളാന്റെ സഹായം നമുക്കുണ്ടാകാൻ. എന്തിനാ സൂറത്തുൽ കൗസർ? ഹബീബിന്റെ അരികിലേക്ക് എത്തുമ്പോ മുസ്തഫ നബി തങ്ങൾ നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ ഇഷ്ടപ്പെടാൻ. ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഞാൻ ഓടിച്ചു പോകുന്നതേ ഉള്ളൂ. അവിടെ എത്തുമ്പോ അതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. അള്ളാഹു അവിടെ എത്തിയിട്ട് നല്ലതുപോലെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അമൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹുവിനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞതാണ്, നിങ്ങൾ നല്ലതുപോലെ പൊരുത്തം ചോദിക്കണം. മൂന്നാമത്തത് ഈ 4 സൂറത്തുകൾ നിങ്ങൾ പതിവാക്കണം. നാലാമത്തെ കാര്യം പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് തന്ന ഹലാലായ മുതല് നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച മുതലോ കൊണ്ട് ഉംറക്കുള്ള വസ്ത്രം നിങ്ങൾ മേടിക്കലാണ്. ഏറ്റവും നല്ല വസ്ത്രം നിങ്ങൾ മേടിക്കണം. ആ വസ്ത്രമൊക്കെ മേടിച്ചു വെക്കുമ്പോഴേ നീയത്ത് വെക്കണം, ഇതെന്റെ ഉംറക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചു വെക്കുന്ന വസ്ത്രങ്ങളാണ്. അങ്ങനെ നീയത്ത് വെച്ചുകൊണ്ട് വസ്ത്രം മേടിച്ചു വെച്ചാൽ ആ വസ്ത്രത്തിൽ നമ്മളൊരു ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചേക്കണേ. ചില ക്ലാസ്സിലൊന്നും മറ്റുള്ള കേൾക്കാൻ പറ്റൂല. ഇത് സ്പെഷ്യൽ ഷമീർദാരിക്ക് വേറെ ലെവല്. അങ്ങനല്ല ഈ കിതാബുള്ളതായി പറഞ്ഞാട്ടെ. ഇനിയിപ്പോ ഞാനിനി എന്റെ കൈക്കും തെറ്റുപാർക്കെന്ന് പറയണ്ട. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഫാത്തിഹയും മോദിയേക്കണം. അത് ജീവിതത്തിൽ ആ വസ്ത്രത്തിൽ അള്ളാഹു നമുക്ക് നല്ല സന്തോഷം തരാനാണ്. ആ വസ്ത്രം ധരിക്കുമ്പോൾ ഉന്മേഷം വരാനാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ 3 പ്രാവശ്യം ആവർത്തിപ്പിക്കണം. ഫാത്തിഹ ഓതണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ 3 വട്ടം 3 പ്രാവശ്യം ആവർത്തിച്ചു ഓതിയേക്കണം. അതും കഴിഞ്ഞ പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് 5ാമത്തെ കാര്യം ഏതെന്നറിയുമോ? വീട്ടിൽ നമ്മൾ നല്ലതുപോലെ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തവർ ഒന്ന് നിസ്കരിച്ചേക്കണം. നമ്മളിപ്പോ കരുതിയിരിക്കുന്ന ഒരു കൂട്ടത്തിലുണ്ടല്ലോ ഉംറയ്ക്ക് വേണ്ടി വരാനിരിക്കുന്നവർ. ഇന്ന് ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാൽ അള്ളാഹുവേ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് സാധാ നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന് ശേഷം ഒരു 2 റക്അത്ത് നിസ്കാരം അല്ലാഹ് ഞാൻ എന്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. പടച്ചോനെ, പോയി വരുന്നത് വരെയും ഇതിന്റെ ഇടയിൽ എനിക്കൊരു തടസ്സവും നീ വെക്കല്ലേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ദുആ ഇറക്കണം. അങ്ങനെ നിയ്യത്ത് വെച്ച് ദുആ ഇറക്കുമ്പോ അള്ളാന്റെ മലക്കുകൾ നിങ്ങൾ പോയി വരുന്നത് വരെയും നിങ്ങൾക്ക് കാവലുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോയി വരുന്നത് വരെയും അവിടുത്തെ കാവലുണ്ടാകും. എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്ന് മഹാനുഭാവൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നല്ല നീയത്തോടു കൂടിയിട്ട് നിങ്ങൾ യാത്ര തിരിക്കാൻ പോവുകയാണ്. വിശാലമായി പറയാനുള്ളത്, ഞാനൊന്ന് ഓടിച്ചു പോവുകയാണ്. നമ്മളെല്ലാവരും യാത്രയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം നേടിയെടുക്കലാണ്. അതില്ലെങ്കിൽ എത്ര ഉമ്മ ചെയ്തിട്ടും കാര്യമില്ല, എത്ര ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല. 1000 ഹജ്ജുകൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തത് പൊരുത്തം ചോദിക്കലാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ഉംറയ്ക്ക് വേണ്ടി പോകുന്നു എന്നുള്ള സന്തോഷം നിങ്ങൾ ഭർത്താവുള്ളവരാണെങ്കിൽ ആ ഭർത്താവിനോട് പറയണം, ഭാര്യയാണെങ്കിൽ ഭാര്യയോട് പറയണം, അയൽവാസികളോടൊന്ന് പറയണം,
അവരോടൊക്കെ ഒന്ന് പൊരുത്തപ്പെടുവിപ്പിക്കണം. അത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത് അവിടെ നിന്ന് പറഞ്ഞു, ഉംറയ്ക്ക് വേണ്ടി പോകാനൊരുങ്ങുന്നവർ 4 സൂറത്ത് പതിവാക്കിക്കൊണ്ടിരിക്കണം. ഉംറയ്ക്ക് വേണ്ടി പോകാൻ ഒരുങ്ങുന്നവര് 4 സൂറത്ത് പതിവാക്കണം. 1 സൂറത്തുൽ ദുഹായാണ്. വേണമെങ്കിൽ എഴുതി വെക്കുക, 1 സൂറത്തുൽ ദുഹായാണ്. അത് എല്ലാ ദിവസവും ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങി എല്ലാ ദിവസവും ചൊല്ലിയേക്കണം. ഇനി ചൊല്ലിയില്ലെന്ന് പറഞ്ഞിട്ട് ഉംറ ബാത്തിലാവുന്നില്ല കേട്ടോ. ഞാൻ ഓർമ്മപ്പെടുത്താൻ, എന്തിനാണ് ഈ 4 സൂറത്ത് ഓതുന്നത്? ഈ 4 സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മളവിടെ പോയിട്ട് തിരിച്ചു വരുന്നത് വരെയും അള്ളാഹു നമുക്കൊരു രോഗങ്ങൾ തന്നിട്ട് പരീക്ഷിക്കൂല. അതുകൊണ്ട് ഈമാനോടുകൂടി നമ്മൾ ഓതണം. 1 സൂറത്തുൽ ദുഹായാണ്. രണ്ടാമത്തത് സൂറത്തുൽ കൗസറാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ. രണ്ടാമത്തെ സൂറത്തുൽ കൗസർ. മൂന്നാമത്തത് സൂറത്തുൽ കാഫിറൂനയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. നാലാമത്തത് സൂറത്തുൻ നസ്റാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. എന്തിനാ സൂറത്തുൽ നസ്ർ? അള്ളാന്റെ സഹായം നമുക്കുണ്ടാകാൻ. എന്തിനാ സൂറത്തുൽ കൗസർ? ഹബീബിന്റെ അരികിലേക്ക് എത്തുമ്പോ മുസ്തഫ നബി തങ്ങൾ നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ ഇഷ്ടപ്പെടാൻ. ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഞാൻ ഓടിച്ചു പോകുന്നതേ ഉള്ളൂ. അവിടെ എത്തുമ്പോ അതിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും. അള്ളാഹു അവിടെ എത്തിയിട്ട് നല്ലതുപോലെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അമൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹുവിനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞതാണ്, നിങ്ങൾ നല്ലതുപോലെ പൊരുത്തം ചോദിക്കണം. മൂന്നാമത്തത് ഈ 4 സൂറത്തുകൾ നിങ്ങൾ പതിവാക്കണം. നാലാമത്തെ കാര്യം പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് തന്ന ഹലാലായ മുതൽ, നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച മുതലോ കൊണ്ട് ഉംറക്കുള്ള വസ്ത്രം നിങ്ങൾ മേടിക്കലാണ്. ഏറ്റവും നല്ല വസ്ത്രം നിങ്ങൾ മേടിക്കണം. ആ വസ്ത്രമൊക്കെ മേടിച്ചു വെക്കുമ്പോഴേ നീയത്ത് വെക്കണം, ഇതെന്റെ ഉംറക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചു വെക്കുന്ന വസ്ത്രങ്ങളാണ്. അങ്ങനെ നീയത്ത് വെച്ചുകൊണ്ട് വസ്ത്രം മേടിച്ചു വെച്ചാൽ ആ വസ്ത്രത്തിൽ നമ്മളൊരു ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചേക്കണേ. ചില ക്ലാസ്സിലൊന്നും ഇതേ പറ്റൂല, കേൾക്കാൻ പറ്റൂല. ഇത് സ്പെഷ്യൽ ഷമീർ തന്നെ വേറെ ലെവല്. അങ്ങനല്ല ഈ കിതാബുള്ളതായി പറഞ്ഞാട്ടെ. ഇനിയിപ്പോ ഞാനിനി എന്നെ കൈക്കും തെറ്റു പറഞ്ഞെന്ന് പറയണ്ട. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഫാത്തിഹയും ഓതിയേക്കണം. അത് ജീവിതത്തിൽ ആ വസ്ത്രത്തിൽ അള്ളാഹു നമുക്ക് നല്ല സന്തോഷം തരാനാണ്. ആ വസ്ത്രം ധരിക്കുമ്പോൾ ഉന്മേഷം വരാനാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ 3 പ്രാവശ്യം ആവർത്തിപ്പിക്കണം. ഫാത്തിഹ ഓതണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ 3 വട്ടം 3 പ്രാവശ്യം ആവർത്തിച്ചു ഓതിയേക്കണം. അതും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് 5-ാമത്തെ കാര്യം ഏതെന്നറിയുമോ? വീട്ടിൽ നമ്മൾ നല്ലതുപോലെ ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തവർ ഒന്ന് നിസ്കരിച്ചേക്കണം. നമ്മളിപ്പോ കരുതിയിരിക്കുന്ന ഒരു കൂട്ടത്തിലുണ്ടല്ലോ ഉംറയ്ക്ക് വേണ്ടി വരാനിരിക്കുന്നവർ. ഇന്ന് ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാൽ അല്ലാഹുവേ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് സാധാ നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന് ശേഷം ഒരു 2 റക്അത്ത് നിസ്കാരം അല്ലാഹ് ഞാൻ എന്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട്, പടച്ചോനെ പോയി വരുന്നത് വരെയും ഇതിന്റെ ഇടയിൽ എനിക്കൊരു തടസ്സവും നീ വെക്കല്ലേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ദുആ ഇറക്കണം. അങ്ങനെ നിയ്യത്ത് വെച്ച് ദുആ ഇറക്കുമ്പോൾ അള്ളാന്റെ മലക്കുകൾ നിങ്ങൾ പോയി വരുന്നത് വരെയും നിങ്ങൾക്ക് കാവലുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോയി വരുന്നത് വരെയും അവിടുത്തെ കാവലുണ്ടാകും. എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അവിടുന്ന് മഹാനുഭാവൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നല്ല നീയത്തോടു കൂടിയിട്ട് നിങ്ങൾ യാത്ര തിരിക്കാൻ പോവുകയാണ്. വിശാലമായി പറയാനുള്ളത് ഞാനൊന്ന് ഓടിച്ചു പോവുകയാണ്. നമ്മളെല്ലാവരും യാത്രയ്ക്ക് വേണ്ടി വാപ്പയോടെങ്കിൽ ആൺമക്കളോട് പറയണം, മക്കളെ വീട്ടിന്റെ വെളിയിൽ നിന്ന് ഒരു ബാങ്കൊന്ന് വിളിച്ചേക്കണേ. ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മ ഇറങ്ങാൻ ആ ഇറങ്ങുന്ന സമയം ഉമ്മ പറയുന്ന, മോനെ ഞാൻ വണ്ടിയിലേക്ക് ഒന്ന് കയറിയാല് മോനൊരു ബാങ്ക് വിളിച്ചേക്കണം. ആ ഒരു ബാങ്കും കൂടെ വിളിച്ചു. എയർപോർട്ടിലേക്ക് നമ്മൾ എല്ലാവരും കൂടെ കൊണ്ടുവന്നു. എല്ലാവരോടും പൊരുത്തം ചോദിച്ചു. ഈ യാത്ര തിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ എല്ലാം ചുരുക്കിയാ പറയുന്നത്. അവസാനം നമ്മൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റിലേക്കൊന്ന് കയറിയൊന്ന് കരുതുക. യാത്രയില്ല നമ്മളുള്ളത്. നമ്മളൊക്കെ ഒന്ന് കയറിയില്ലേ? അല്ലാ ഫ്ലൈറ്റിൽ കയറിയില്ലേ? നിങ്ങളെന്താ മുണ്ടാ തന്ത? ഇതാ ഉസ്താദെ ഫ്ലൈറ്റ് എന്നാണ്. ഫ്ലൈറ്റിൽ കയറി ചിന്തിച്ചാ മതി. നമ്മളെല്ലാവരും ഫ്ലൈറ്റിൽ കയറി. അവിടത്തേക്ക് 5-5.5 മണിക്കൂർ നമ്മൾ അവിടത്തേക്ക് ഒന്ന് ചെന്നു. അല്ലെങ്കിൽ 4 മണിക്കൂർ 4.5 മണിക്കൂർ ഫ്ലൈറ്റിൽ ഒരേപോലെ യാത്ര ചെയ്തു. അവിടെ ചെന്നിറങ്ങുമ്പോ അവിടെയും നമുക്ക് എമിഗ്രേഷൻ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ എന്തിനാ ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നതെന്നറിയോ?
ഇതൊക്കെ എന്തിനാ ഇവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുക? ഇല്ലെങ്കിൽ അവിടെ തന്നെ ഉമ്മ വയ്ക്കും. ഈ പണിയൊക്കെ നീ പെട്ടതായിരുന്നു സ്ഥാനം വെച്ചപ്പോൾ ഞാൻ കഴിയൂലേ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ പെട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാം പറയാണ്, അവിടെ ചെന്നിറങ്ങി അവിടെ അതൊരു മക്ഷറയാണ്. മക്ഷറ എന്ന് പറഞ്ഞാല് അവിടുത്തെ പോലീസുകാരുടെ അവസ്ഥയൊക്കെ പോയെന്നവർക്കറിയാം. അവരിടയ്ക്ക് മൊബൈലിലും കളിച്ച് അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അടിച്ചു തരും. അപ്പൊ നമ്മൾ കയറി പോവാം ഇല്ലേ? ഇപ്പം അൽഹംദുലില്ലാഹ് കുറെയൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ? മാറിയില്ല. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇപ്പം സെറ്റപ്പാണ്. ഞാൻ ഈ കാര്യം നോക്കാൻ റാഹത്താണ്. ഇപ്പോഴത്തെ പണ്ട് നമ്മൾ പോയപ്പോ